2025 BARC സ്പോട്ട് റൗണ്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ വർഷവും സ്പോട്ട് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് GEC തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. 9th സെപ്റ്റംബറിനാണ് ഈ സ്പോട്ട് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ സ്പോട്ടിനെ കുറിച്ച് വന്നിരുന്ന നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഹായ് ഓൾ, ദിസ് ഇസ് നന്ദ ഫ്രം തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. സ്പോട്ട് റൗണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് TTEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ GEC തൃശ്ശൂരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിലുമായിരുന്നു. സോ സ്പോട്ടിനെ കുറിച്ച് ഇനി ഡീറ്റെയിൽസ് എല്ലാം ഈ രണ്ട് വെബ്സൈറ്റ്സിലുമാണ് വരിക. നമ്മുടെ പ്രീവിയസ് റൗണ്ട്സ് പോലെ CEയുടെ വെബ്സൈറ്റിൽ ഇനി വരില്ല. സോ ബേസിക്കലി ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് സ്പോട്ട് റൗണ്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ക്യാരി ചെയ്യണം എന്നുള്ള ഇൻഫർമേഷനാണ് ഈ നോട്ടിഫിക്കേഷനിലുള്ളത്. സോ മേജർലി വരുന്നത് നമുക്ക് ഈ സ്പോട്ട് റൗണ്ട് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് GEC തൃശ്ശൂരിൽ 9th സെപ്റ്റംബർ ട്യൂസ്ഡേ ആണ് ഈ ഒരു സ്പോട്ട് റൗണ്ട് നടക്കാൻ പോകുന്നത്. സോ സ്പോട്ടിന് അന്ന് എത്തിച്ചേരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ 8 മണിക്കും 12 മണിക്കും ഇടയിൽ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് സ്പോട്ടിൽ കൺസിഡർ ചെയ്യുക. സോ അതിനുശേഷം ഒരു മണിക്ക് ശേഷം നമുക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ജനറലി സ്പോട്ട് റൗണ്ട് എങ്ങനെയാണ് നടക്കുകയെന്ന് വെച്ചാൽ അന്ന് ആ ഡേ അവിടെ എത്തുന്ന സ്റ്റുഡൻസിൽ ഹയസ്റ്റ് റാങ്ക് ഉള്ള സ്റ്റുഡൻസിന് വേക്കൻറ്റ് സീറ്റ്സ് അലോട്ടഡ് ആവുകയാണ് ചെയ്യുക. സോ ഇൻ കേസ് സീറ്റ്സ് ഏതൊക്കെ സീറ്റ്സാണ് വേക്കൻറ്റ് എന്നുള്ള ഇൻഫർമേഷൻ ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. അത് TTEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉടനെ വരും എന്നാണ് ഇൻഫർമേഷൻ വന്നിരിക്കുന്നത്. സോ ബേസിക്കലി അന്ന് അവിടെ എത്തുന്ന സ്റ്റുഡൻസിൽ വേക്കൻസീസ് അനുസരിച്ച്, അതായത് ജനറൽ സീറ്റിലാണ് വേക്കൻസി എങ്കിൽ ജനറൽ സ്റ്റുഡൻറ്റിന് അതിൽ ട്രൈ ചെയ്യാം. കാറ്റഗറി സീറ്റാണ്, പെർട്ടിക്കുലർ കാറ്റഗറി സീറ്റാണെങ്കിൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ആ സീറ്റ്സിന് വേണ്ടി ട്രൈ ചെയ്യാം. സോ അങ്ങനെയാണ് അലോട്ട്മെൻറ്റ് റൗണ്ട് നടക്കുന്നത്. സോ GECയിൽ നിങ്ങൾ എത്തുമ്പോൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്, ഈ 2 ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് GECയുടെ ആർക്കിടെക്ചർ സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സാണ്. GECയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സാണിത്. സോ അവിടെ എത്തിയതിനു ശേഷം എന്ത് ഇഷ്യൂസ് ഉണ്ട്, എന്ത് കാര്യങ്ങളും കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി സ്പോട്ട് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീം റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഏത് സ്റ്റുഡൻറ്റിനും ഈ സ്പോട്ടിൽ പങ്കെടുക്കാം. സോ ഇൻ കേസ് നിങ്ങൾക്ക് പ്രീവിയസ് റൗണ്ട്സിൽ സീറ്റ് അലോട്ടഡ് ആയാലും ആയില്ലെങ്കിലും, അലോട്ടഡ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാം ഈ ഒരു സ്പോട്ട് റൗണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ അത് ക്ലിയർലി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൈവറ്റ് കോളേജിലാണ് പ്രീവിയസ് റൗണ്ട്സിൽ അലോട്ടഡ് ആയെങ്കിൽ നിങ്ങൾക്ക് അലോട്ടഡ് ആയ കോളേജിൽ നിന്ന് ഒരു NOC എന്നുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾ അവിടുത്തെ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ച് അത് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. സോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു NOCയുടെ ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ പ്രീവിയസ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് കാണിച്ചാലും മതി. സോ അതുപോലെ വേറെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ പോയി സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അലോട്ടഡ് ആയാൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പറയുന്നത്. സോ നിങ്ങൾ പ്രീവിയസ്ലി ഒരു ഫീ ഓൾറെഡി പേ ചെയ്ത് കാണും പ്രീവിയസ് റൗണ്ട്സിൽ. സോ ആ ഒരു എമൗണ്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് റീഫണ്ട് തരും. സോ കറൻ്റ്ലി സ്പോട്ടിൽ പോയി അലോട്ടഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഫീ സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇനി ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾ സ്പോട്ടിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രീവിയസ്ലി അലോട്ടഡ് ആയ കോളേജിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ എൻറ്റയർ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്, നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റ്സും കളക്ട് ചെയ്തിട്ട് വേണം സ്പോട്ടിന് പോകാൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് അല്ലാതെ പ്രൈവറ്റ് കോളേജസിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അവിടുന്ന് NOC എന്നുള്ള ഡോക്യുമെൻറ്റും കൂടെ സൈൻ ചെയ്ത് മേടിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇനി നമുക്ക് ഡോക്യുമെൻറ്റ് ലിസ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ NOC എന്നുള്ളൊരു ഡോക്യുമെൻറ്റും കൂടെ ക്യാരി ചെയ്യണം. അല്ലാതെ ഡോക്യുമെൻറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫെമിലിയർ ആണ് ബൈ നൗ. സോ ഫസ്റ്റ് വൺ ഇസ് നമുക്ക് +2 മാർക്ക് ഷീറ്റ്. Second one is data sheet issued by CEE. പ്രീവിയസ് റൗണ്ട്സിൽ അലോട്ടഡ് ആവാത്ത സ്റ്റുഡൻസിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കീമിൻ്റെ പോർട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്.
സോ നമുക്ക് കീമിൽ റാങ്ക് ലിസ്റ്റുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ഒരു ഡേറ്റ ഷീറ്റ് അവൈലബിൾ ആയിരിക്കും. സോ ആ ഡേറ്റ ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതും ക്യാരി ചെയ്യണം. അതുപോലെ SSLC സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ഒറിജിനൽ, അതൊക്കെ നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് സെറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി നമ്മൾ കീമിൻ്റെ രജിസ്ട്രേഷൻ ടൈമിലേ കൊടുത്ത ഒരു ഡോക്യുമെൻ്റാണ്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അത് SC/BC കാറ്റഗറി സ്റ്റുഡൻസിന് വരുന്നത്. EWS സർട്ടിഫിക്കറ്റ് സ്പെസിഫിക് ആ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിനുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. അതുപോലെ SC/ST സ്റ്റുഡൻസിന് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. പിന്നെ മാൻഡറ്ററി ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. സ്കൂളിൽ നിന്ന് നിങ്ങൾ 12th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയപ്പം കിട്ടിയ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. അതുപോലെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് പ്രോസ്പെക്ടസിലുണ്ട്, കീമിൻ്റെ പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. സോ അത് യൂസ് ചെയ്യുക. ഇൻ കേസ് അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീമിൻ്റെ പോർട്ടലിൽ പെർഫോമ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെയും അവൈലബിൾ ആയിരിക്കും. അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് CBSE സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വരില്ല. അതായത് വേറെ ബോർഡ്സിലൊക്കെ പഠിച്ച സ്റ്റുഡൻസിനാണ് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നത്. പിന്നെ പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ, അത് 12th സ്റ്റാൻഡേർഡിൻ്റെ പാസ് സർട്ടിഫിക്കറ്റ്. അതെനിക്ക് തോന്നുന്നു CBSE സ്റ്റുഡൻസിന് മാത്രമാണോ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത്. ഇഫ് ഇഷ്യൂഡ് ഓൺലി അത് ചോദിക്കുന്നുള്ളൂ. ഓക്കെ. അതുപോലെ ഇനി അതർ സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി, CCPT, അങ്ങനെ പല ടൈപ്പ് സീറ്റ്സ് ഉണ്ട് നമുക്ക് കീം വഴി. സോ ആ സീറ്റ്സിനൊക്കെ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ ഇതാണ് മേജർലി ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത്. സോ അതല്ലാതെ ഞാൻ പറഞ്ഞു NOC എന്നുള്ളൊരു ഡോക്യുമെൻറ്റ്, നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിൽ കിട്ടിയ സ്റ്റുഡൻസ് ഈ ഒരു NOC ഡോക്യുമെൻറ്റ് ഇത് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ KeamBRC വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. അതിൽ ഞങ്ങൾ ഈ ഡോക്യുമെൻറ്റ് ഫോമാറ്റ്സ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു NOC ഫോമാറ്റ് കമ്പൽസറി ആണ്. NOC ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. ബാക്കി ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജസിൽ അഡ്മിഷൻസ് എടുത്ത സ്റ്റുഡൻസിന് അതൊരു ഇഷ്യൂ ആവുന്നില്ല. പിന്നെ നമുക്ക് വരുന്നത് ഇൻ കേസ് നമുക്ക് GCയിൽ വെച്ചാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. സോ അന്ന് നിങ്ങൾക്ക് ഫിസിക്കലി അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓത്തറൈസേഷൻ ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് പകരം നിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിന് GCയിൽ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്യാം. പക്ഷേ എല്ലാ ഡോക്യുമെൻറ്റ് സെറ്റും അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ. ബേസിക്കലി ഈ ഒരു ഓത്തറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു ഗസറ്റഡ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് മേടിക്കേണ്ടതാണ്. അതിൽ നിങ്ങളുടെ ഫോട്ടോ IDയും അതുപോലെ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഫോട്ടോഗ്രാഫും എല്ലാം വരുന്ന ഒരു ഡോക്യുമെൻ്റാണ്. സോ ഇതിൻ്റെ ഫോമാറ്റും അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മേജർലി ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ DTEയിൽ വിളിച്ച സമയത്ത് DTE പറഞ്ഞത് ഉടനെ വേക്കൻസീസ് പബ്ലിഷ് ചെയ്യുമെന്ന്. സോ നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് ചെക്ക് ചെയ്യുക ആൻഡ് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾ വിചാരിക്കുന്ന കോളേജ് എന്ന് നോക്കുക. സോ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഈ സ്പോട്ട് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ലുക്ക് ഫോർ ആർ റിപ്പീറ്റർ പ്രോഗ്രാംസ്. നമുക്ക് കീം വഴി കിട്ടുന്ന കോളേജസ് അല്ലാതെ നമുക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ട്. JEE വഴി കിട്ടുന്ന NITs, SPS. സോ ആ കോളേജസ് ഒക്കെ നിങ്ങളുടെ ഓപ്ഷൻസിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് കീം വഴി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസാർട്ടഡ് ആവേണ്ട. നമ്മുടെ റിപ്പീറ്റർ പ്രോഗ്രാംസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 8086111044 അതുപോലെ 8086111488 എന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യൂ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്പോട്ട് റൗണ്ട്. സീ യു ആൾ ഇൻ അനദർ വീഡിയോ.